നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തണ്ണിമത്തൻ കഴിച്ചേറ്റ് ഒരു കുടുംബത്തിലെ 4 അംഗ സംഘം മരിച്ച വിവരം കഴിഞ്ഞ ദിവസവും അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിരുന്നു. കാരണം ഈ ഒരു മരണത്തിന് പിന്നാലെ തന്നെ മാർക്കറ്റുകളിൽ നിന്ന് തണ്ണിമത്തൻ അപ്രത്യക്ഷമാകുന്നു എന്നായിരുന്നു വാർത്ത. എന്നാൽ ഇപ്പോൾ തണ്ണിമത്തനല്ല യഥാർത്ഥ വില്ലൻ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ചില രാസപരിശോധനാ ഫലങ്ങളും ഡോക്ടർമാരുടെ തീർച്ചയായിട്ടുള്ള മൊഴികളും ഒക്കെ ശക്തമായ മൊഴികളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. മുംബൈയിൽ 4 അംഗ കുടുംബം മരിച്ചതിന് കാരണം തണ്ണിമത്തൻ കഴിച്ചതുമൂലമുള്ള ഭക്ഷ്യവിഷബാധ അല്ല എന്ന റിപ്പോർട്ട് വരുന്നു. വീട്ടിൽ നിന്നും ശേഖരിച്ച സാമ്പിളിൽ കൃത്രിമ കളറോ മധുരമോ ചേർത്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ടിൽ പറയുന്നു. മരിച്ചവരുടെ ആന്തരിക അവയവങ്ങളുടെ നിറം മാറ്റം എന്തോ വിഷാംശം ഉള്ളിലെത്തിയതിന്റെ സൂചനയാണെന്നാണ് പ്രാഥമിക ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. മൊബൈൽ ഷോപ്പ് ഉടമയായ അബ്ദുള്ള, അതുപോലെ തന്നെ ഭാര്യ നസ്രിൻ, മക്കളായ സൈനബ്, ആയിഷ, അതുപോലെ തന്നെ എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാത്രി ബന്ധുക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം പുലർച്ചെ 1 മണിയോടെയാണ് ഇവർ തണ്ണിമത്തൻ കഴിച്ചത്. രാവിലെ 5 മണിയോടെ ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മണിക്കൂറുകൾക്കുള്ളിലാണ് എല്ലാവരും മരിച്ചത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ മസ്തിഷ്കം, ഹൃദയം, അതുപോലെ തന്നെ കുടൽ എന്നിവയുൾപ്പെടെയുള്ള ശരീര അവയവങ്ങളിലെ നിറം മാറ്റം കണ്ടെത്തി. സാധാരണ ഭക്ഷ്യവിഷബാധ ഏറ്റാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറില്ല എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു. ഇതോടെയാണ് മരണത്തിൽ അസ്വാഭാവികമായ മറ്റെന്തോ ഉണ്ടെന്ന സംശയം ബലപ്പെട്ടത്. അബ്ദുള്ള ദൊക്കാദിയയുടെ ശരീരത്തിൽ മോർഫിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കടുത്ത വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന മോർഫിൻ എങ്ങനെ ഇദ്ദേഹത്തിന്റെ ഉള്ളിലെത്തി എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് ഏതെങ്കിലും ചികിത്സയുടെ ഭാഗമായി കഴിച്ചതാണോ അതോ ബോധപൂർവം ആരെങ്കിലും നൽകിയതാണോ എന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തും. ആന്തരിക അവയവ പരിശോധനയുടെ വിശദമായ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് അധികൃതർ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ബന്ധുക്കളിലേക്ക് സംശയം നിഴലിക്കുന്നുണ്ട്. ബന്ധുക്കളെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സ്വത്ത് തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടുകൾക്കുള്ള ഇടയിൽ നിൽക്കുന്ന തർക്കമോ അങ്ങനെ എന്തെങ്കിലും ആണോ നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു ആത്മഹത്യയാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ തണ്ണിമത്തിൽ നിന്നല്ല ഇത്തരത്തിലുള്ള ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഡോക്ടറും സംഘവും. കാരണം ഇത്തരത്തിൽ ഡോക്ടർമാരുടെ ഇത്രയുമുള്ള എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടാകുന്ന മരണത്തിൽ അല്ലെങ്കിൽ ആത്മഹത്യയിൽ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് കൂടുതൽ ശക്തമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇപ്പോൾ ചൂടായതിനാൽ തന്നെ നമ്മൾ എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് തണ്ണിമത്തൻ. അതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ കഴിച്ച് 4 പേർ, ഒന്നല്ല 4 പേരുടെ മരണം ഉണ്ടാകുന്ന ഒരു ഇട ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഭീതി തന്നെയാണ്. അതിന് കേരളത്തിലായാലും UP യിലായാലും മുംബൈ ആയാലും എവിടെയായാലും മരണം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഇതിപ്പോൾ കച്ചവടക്കാർക്ക് ഒരു വിശ്വാസമില്ല. അതിന്റെ പുറത്താണല്ലോ ഇത്തരത്തിലൊരു മരണ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ മാർക്കറ്റിൽ നിന്ന് തന്നെ പൂർണ്ണമായും ഈ മുംബൈയിലൊക്കെ തന്നെ തണ്ണിമത്തൻ അപ്രത്യക്ഷമാകുന്നത്. പിന്നെ ചില കച്ചവടക്കാർ കൂടി ശക്തമായി മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ഇത് വ്യാജ വാർത്തയാണെന്നും ഇത് ഈ ഒരു ബിസിനസ് പൊളിക്കാൻ വേണ്ടിയുള്ള വാർത്തയാണെന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും ഇത് തണ്ണിമത്തൻ അല്ല വില്ലൻ എന്ന ഏകദേശ ഉറപ്പ് ഇപ്പോൾ ഡോക്ടർമാർ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്.